ഹായ്. അപ്പോൾ ഇതുവരെ എടുത്തിട്ടുള്ളതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏകദേശം എന്ത് ചെയ്തു? ഫുള്ള് കവർ ചെയ്ത് അല്ലേ? ഇനി 2-3 ചാപ്റ്റർ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ എടുത്തിട്ടുള്ള പോർഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തു? പക്ക പെർഫെക്റ്റ് ആക്കി നോക്കി റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? റിവിഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ABC. അഥവാ ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ 10 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് വെയിറ്റേജ് ഉള്ളത്. 10 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ എന്തായാലും ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യനോ അല്ല 2 ക്വസ്റ്റ്യൻ ആയിട്ടോ എന്തായാലും 10 മാർക്കിന് എന്ത് ചെയ്യും? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. മിക്കവാറും 10 മാർക്കിൻ്റെ ഒറ്റ ചോദ്യമായിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് 10 മാർക്ക്. നമ്മൾ പെർഫോമൻസ് മെഷർമെൻറ്റ് എന്നുള്ള ഒരു ഭാഗം പഠിച്ചു. ഡൂപോണ്ട് അനാലിസിസ്, RI ROI, EVA, ലേണിംഗ് കർവ്, ബാലൻസ്ഡ് സ്കോർ കാർഡ്, ഡീസെൻട്രലൈസേഷൻ, ഇങ്ങനെ 6ഓളം ചെറിയ ചാപ്റ്ററുകൾ കൂടിയിട്ട് മൊത്തത്തിലാണ് 10 മാർക്കിന് ചോദിക്കുക. എന്നാൽ ഇവിടെ വരുമ്പോൾ ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്നാണ് 10 മാർക്ക്. ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ അവസാനത്തെ ക്വസ്റ്റ്യൻ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേപോലെയുള്ള ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അഥവാ ഡിഫറെൻറ്റ് കുറേ വെറൈറ്റീസ് ഒന്നുമില്ല, കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. ആ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഒരേപോലെയാണ്. അപ്പോൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2012 സിലബസിലാണെങ്കിൽ ഇത് ശരിക്കും ഇൻ്റർമീഡിയറ്റിലായിരുന്നു ഉള്ളത്. എന്നാൽ 2016 സിലബസിലേക്ക് പോയപ്പോൾ ഇതെന്ത് ചെയ്തു? ഇൻ്റർമീഡിയറ്റിൽ പഠിക്കാനില്ല, നേരെ എവിടേക്ക് പോയി? ഫൈനൽ ലെവലിലേക്ക് പോയി. ഇനിയിപ്പോൾ 2022 ആയപ്പം വീണ്ടും ഇത് എങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു ഇൻ്റർമീഡിയറ്റിലേക്ക്. അപ്പോൾ 2016 പഠിച്ച കുട്ടികളാണെങ്കിൽ ഇത് പഠിച്ചിട്ടുണ്ടാവില്ല. ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ ഏകദേശം അവരും പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് അവർ പഠിച്ചിട്ടുണ്ടാവില്ല. ഇത് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ 10 മാർക്കിന് വരുന്ന പോർഷനാണ്. അതേപോലെ ഇത് എവിടെയുണ്ട്? ഫൈനലിൽ പോയി കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇതേ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ചാപ്റ്ററിലേക്ക് പോകും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാം. ഈ ഒരു ചാപ്റ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഓവർ ഹെഡ് എന്നുള്ള ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. ഓവർ ഹെഡ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട് ഫസ്റ്റ് ഗ്രൂപ്പിൽ. നമ്മളെ കോസ്റ്റിംഗ് ക്ലാസ് കാണുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്തു? അത് അവർ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാനിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ആരെങ്കിലും ആ ക്ലാസ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അഥവാ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുന്നേ എപ്പോഴോ പഠിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ബേസ് ഒന്ന് പറയുന്നുണ്ട്. അഥവാ ഈ ഒരു ഓവർ ഹെഡ് എന്ന ചാപ്റ്ററിൻ്റെ ബേസിക് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ABC കോസ്റ്റിംഗ് പഠിക്കാൻ പറ്റൂ. കാരണം ആ ഓവർ ഹെഡ് എന്ന ചാപ്റ്ററും ഈ ABC തമ്മിൽ വളരെയധികം ലിങ്ക് ഉണ്ട്. അതേപോലെ തന്നെ ABCയുടെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എന്താണ് ABC എന്നുള്ളതൊക്കെ പറയാട്ടോ, അതിലേക്കൊക്കെ നമ്മൾ വരും. അത് ചാപ്റ്ററിൻ്റെ ഒരു ഓവർവ്യൂ സംഗതി പറയാണ്. ABCയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൽ ചോദ്യം A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഉണ്ടാവും. അതിൽ മിക്കവാറും A ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർ ഹെഡ് എന്നുള്ള ചാപ്റ്റർ എടുത്തേതായിരിക്കും. അഥവാ സെക്കൻഡ് ഗ്രൂപ്പിൽ ചോദിക്കുക. അവിടെയുള്ള അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, അവിടെയുള്ള അബ്സോർപ്ഷൻ എന്നുള്ള കോൺസെപ്റ്റിലുള്ള പ്രോബ്ലം ആയിരിക്കും ഇവിടെ ചോദിക്കുക. എന്നിട്ട് B ക്വസ്റ്റ്യനിലായിരിക്കും നമുക്ക് ഏത് പ്രകാരം കാണാനുണ്ടാവുക? ABC പ്രകാരം കാണാനുണ്ടാവുക. എന്നിട്ട് അതിന്റെ രണ്ടിന്റെയും ഒരു ഡിഫറൻസും അവിടെ പറയാനുണ്ടാവും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓവർ ഹെഡ് എന്നുള്ള ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഓവർ ഹെഡ് എന്നുള്ള ചാപ്റ്ററിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അറിയുന്ന ആൾക്കാർ ഒന്ന് റിവിഷന് വേണ്ടിയിട്ട് കാണുക, അറിയാത്ത ആൾക്കാർ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുക. എന്നിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യുക? ആ നോളജ് ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഓവർ ഹെഡ് ഞാൻ ആദ്യം അത് പറയും, എന്നിട്ട് എനിക്ക് ABCയിലേക്ക് വരിക. ഓക്കെ, ഓവർ ഹെഡ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? നമ്മൾ അവിടെ പഠിക്കുന്നത് ആദ്യമായിട്ട് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. രണ്ടാമത്തേതായിട്ട് സ്റ്റെപ്പ് ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു പ്രൊസീജിയർ ആണ് മൊത്തം നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലേ? അവിടെ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആണ്. അഥവാ നമ്മുടെ ഓവർ ഹെഡിനെ ആദ്യം എന്താണ് ഈ ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അറിയുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അറിയാത്ത ആൾക്കാർക്ക് എന്താണ്? നമുക്ക് കോസ്റ്റിനെ ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും തരംതിരിക്കാം അല്ലെ? ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡയറക്റ്റ് കോസ്റ്റുകൾ, ഉദാഹരണത്തിന് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിനെല്ലാം കൂടി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈം കോസ്റ്റ് അഥവാ ഡയറക്റ്റ് കോസ്റ്റിന്റെ ടോട്ടൽ.
ഇതേപോലെ ഇവിടെ മറ്റൊരു കോസ്റ്റ് വരും, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് വേജസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിനെ എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഓവർഹെഡ്സ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രൈം കോസ്റ്റും ഓവർഹെഡും ആഡ് ചെയ്താൽ എന്തായി? ടോട്ടൽ കോസ്റ്റ് ആയി. പ്രൈം കോസ്റ്റും ഓവർഹെഡും ആഡ് ചെയ്താൽ എന്തായി? ടോട്ടൽ കോസ്റ്റ് ആയി. ഓക്കെ, ആ ഒരു സംഭവം മനസ്സിലായല്ലോ. ഇനി ഇവിടെ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു കാൽക്കുലേറ്റർ ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു നമ്മുടെ ആ ഒരു ഫാക്ടറിയിൽ തന്നെ നമ്മൾ പെന്ന് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ കാൽക്കുലേറ്ററിന്റെയും പെന്നിന്റെയും കോസ്റ്റ് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എന്തൊക്കെ കോസ്റ്റുകളാണ് എനിക്ക് അറിയേണ്ടത്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ എനിക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ഇതിന്റെ കൂടെ ഞാൻ ഓവർഹെഡ് ആഡ് ചെയ്യണം. ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ടോട്ടൽ കോസ്റ്റ് ആയി. ആ ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ എനിക്ക് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാൽക്കുലേറ്ററിന്റെയും അതേപോലെ തന്നെ പെന്നിന്റെയും സെല്ലിംഗ് പ്രൈസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഉണ്ടാക്കാനുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എനിക്ക് അറിയാം, അതൊരു 100 രൂപയാണെന്ന് വിചാരിക്കുക. പെന്നിൻ്റെത് ഒരു 20 രൂപയാണ്. അതേപോലെ ഡയറക്റ്റ് വേജസ് വരുന്നത് ഇവിടെ ഒരു 50 രൂപയാണ്, ഇവിടെ ഒരു 5 രൂപയാണ്. ഇവിടെ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 രൂപയാണ്, ഇവിടെ ഒരു 5 രൂപയാണ്. അങ്ങനെ ടോട്ടൽ പ്രൈം കോസ്റ്റ് നമുക്ക് കിട്ടി. കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ 200 രൂപയും നമ്മളുടെ ഉണ്ടാക്കുന്ന പെൻ ഉണ്ടാക്കാൻ 30 രൂപയുമാണ് നമുക്ക് പ്രൈം കോസ്റ്റ് വരുന്നത്. ഇത്രയും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ഇതെല്ലാം ഡയറക്റ്റ് കോസ്റ്റുകളാണ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൽ എത്ര രൂപയുടെ കോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് സെപ്പറേറ്റ്ലി ഐഡന്റിഫയബിൾ ആണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുന്നതാണ്. കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം നമുക്ക് അധികം സമയം എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് മാത്രം പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരും, കാരണം അത് ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ നോളജ് ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഡയറക്റ്റ് കോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ഓരോന്നിനും കാൽക്കുലേറ്ററിന് എത്ര, പെന്നിന് എത്ര. ഇനി ഇവിടെയുള്ള അടുത്ത കോസ്റ്റ് ആണ് ഓവർഹെഡ് അഥവാ ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. ഈ ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ പ്രത്യേകത എന്താ? എത്ര രൂപയാണെന്ന് നമുക്ക് അറിയില്ല, നമുക്ക് ടോട്ടൽ എത്രയാണെന്ന് അറിയാം. ഫോർ എക്സാമ്പിൾ, ഈ കാൽക്കുലേറ്ററും പെന്നും നമ്മൾ ഉണ്ടാക്കുന്നത് ഫാക്ടറി എയിൽ നിന്നാണ്. എ എന്ന നമ്മുടെ ഫാക്ടറി ഉണ്ട്. ഈ ഫാക്ടറിയിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കാൽക്കുലേറ്ററും പെൻ ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മുടെ കമ്പനിയിൽ ഫാക്ടറി എ മാത്രമാണോ ഉള്ളത്? അല്ല, നമ്മുടെ കമ്പനിയിൽ ഫാക്ടറി ബിയും ഉണ്ട്. ഇങ്ങനെ 2 ഫാക്ടറികൾ ഉണ്ട്. ഫാക്ടറി ബിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു പ്രോഡക്റ്റുകൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്കെയിലും പെൻസിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതെന്തായിക്കോട്ടെ, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. എന്തായാലും നമ്മുടെ കമ്പനിയിൽ എന്തുണ്ട്? 2 ഫാക്ടറി ഉണ്ട്. അപ്പൊ നമുക്ക് എന്തറിയില്ല? ഈ കാൽക്കുലേറ്ററിന്റെയും പെന്നിന്റെയും ഓവർഹെഡ് എത്ര എന്ന് അറിയില്ല. നമുക്ക് അറിയുക എന്താണെന്ന് അറിയുകയോ, ഇതിന്റെ കോമൺ ആയിട്ട് എത്രയാണ് ഓവർഹെഡ് വന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഫാക്ടറി എ ഉണ്ട്, ഫാക്ടറി ബി ഉണ്ട്. ജനറൽ മാനേജർക്ക് സാലറി കൊടുത്തു. അത് ഡയറക്റ്റ് കോസ്റ്റ് ആണോ? അല്ല, അത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്, അഥവാ ഓവർഹെഡ് ആണ് അല്ലെ. ജനറൽ മാനേജർക്ക് സാലറി കൊടുത്തത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലാണ്. ഫാക്ടറി എക്കോ ഫാക്ടറി ബിയിലേക്കോ അല്ല കോസ്റ്റ് ഈ ഒരു സാലറി കൊടുത്തിട്ടുള്ളത്. ജനറൽ മാനേജർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ആളാണ് അല്ലെ, ഫാക്ടറി എയും ഫാക്ടറി ബിയും. അപ്പൊ അയാൾക്ക് നമ്മളൊരു 30,000 രൂപ സാലറി കൊടുത്തിട്ടുണ്ട് ഒരു മാസത്തേക്ക്. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ ഒരു വർഷത്തേക്കാന്ന് വിചാരിക്കും 30,000 രൂപ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അവിടെ ഒരു അക്കൗണ്ടന്റ് ഉണ്ട്. അക്കൗണ്ടന്റിന് 10,000 രൂപ സാലറി കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടന്റ് ഫാക്ടറി എയുടെയോ ഫാക്ടറി ബിയുടെയോ കണക്കുകൾ മാത്രമല്ല നോക്കുന്നത്, അതായത് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തത്തിലുള്ള കണക്കുകൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളൊരു മെഷീൻ റിപ്പയർ ചെയ്തു. എവിടുത്തെ മെഷീനാണ് റിപ്പയർ ചെയ്തത് എന്ന് അറിയുമോ? നമ്മൾ മെഷീൻ റിപ്പയർ ചെയ്ത് ഫാക്ടറിയെ, ഇപ്പൊ പറഞ്ഞ ഫാക്ടറിയെ, കാൽക്കുലേറ്ററും പെന്നും ഒക്കെ ഉണ്ടാക്കുന്ന അവിടെ ഒരു മെഷീനറി ഉണ്ട്. ആ മെഷീനറി എന്ത് ചെയ്തു? പ്രശ്നം വന്നു. ആ മെഷീനറിക്ക് ഒരു പ്രശ്നം വന്നു. അങ്ങനെ 5,000 രൂപ അതിനു വേണ്ടി നമ്മൾ ചെലവഴിച്ചു. അങ്ങനെ ടോട്ടൽ പറയുകയാണെങ്കിൽ 45,000 രൂപ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഓവർഹെഡ് വന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റ് വന്നിട്ടുണ്ട്. എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ പ്രത്യേകത? ഇത് കാൽക്കുലേറ്ററിന് എത്ര, പെന്നിന് എത്ര എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഓവർഹെഡിന് നമുക്ക് പക്ഷേ ഈ പ്രോഡക്റ്റിലേക്ക് എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. ഇതാ ഇവിടെ ഓവർഹെഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലെ. അപ്പൊ ഓവർഹെഡ് കണ്ടുപിടിക്കൽ അനിവാര്യമാണ്. ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജനറൽ മാനേജറും അക്കൗണ്ടന്റും റിപ്പയറും ഒക്കെ അവിടെ ഉള്ളത്. ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഈ കോസ്റ്റുകളൊന്നുമില്ല. അപ്പൊ ഈ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകളാണ് ഇതെല്ലാം. അപ്പൊ ഈ പ്രോഡക്റ്റിലേക്ക് ഈ കോസ്റ്റുകളെല്ലാം വരണം. അപ്പൊ അവിടെ ഒരു പ്രശ്നം വന്നു. എങ്ങനെയാണ് ഈ എമൗണ്ടിനെ നമ്മൾ ഈ പ്രോഡക്റ്റുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? എങ്ങനെയാണ് ഈ ഓവർഹെഡിന് 45,000 രൂപ ഓവർഹെഡ് വന്നു. ഈ 45,000 രൂപ ഓവർഹെഡിനെ എങ്ങനെ ഞാൻ പെൻസിലിലേക്കും സ്കെയിലിലേക്കും അതേപോലെ തന്നെ പെന്നിലേക്കും കാൽക്കുലേറ്ററിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഫസ്റ്റ് ഗ്രൂപ്പിലെ ഓവർ ഹെഡ് എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യന്റെ മുന്നിലാണ്. ഈ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്നുള്ള നിലക്കാണ് ആ ചാപ്റ്റർ. എന്ത്? ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ എങ്ങനെ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആണ്. രണ്ടാമത്തത് ഈ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ നമ്മൾ ചെയ്യാൻ തന്നെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് ഈ ഡിപ്പാർട്ട്മെന്റലൈസേഷന് മുന്നേയും സ്റ്റെപ്പുകൾ ഉണ്ട്. കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ നേരെ പ്രോബ്ലം പാർട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആണ്. ശരിക്കും ഒരു മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. പക്ഷെ മനസ്സിലാക്കുക ഒന്നാമത്തെ സ്റ്റെപ്പ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആണ്. എന്താണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ അലോക്കേഷൻ ചെയ്യും, അതേപോലെ തന്നെ ഞാൻ അവിടെ എന്ത് ചെയ്യും? അപ്പോർഷൻമെന്റ് ചെയ്യും. ഞാൻ അലോക്കേഷനും ചെയ്യും, അതേപോലെ തന്നെ അപ്പോർഷൻമെന്റും ചെയ്യും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ കഴിഞ്ഞു, അടുത്ത സ്റ്റെപ്പാണ് അബ്സോർപ്ഷൻ. അപ്പൊ ഈ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ്, ഈ അലോക്കേഷൻ അപ്പോർഷൻമെന്റിന്റെ കീഴിൽ അവിടെ വീണ്ടും സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലോക്കേഷൻ അപ്പോർഷൻമെന്റും ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് ശരിക്കും പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ ശരിക്കും അടുത്തൊരു സ്റ്റെപ്പ് വരുന്നുണ്ട് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അതിൽ വീണ്ടും നമുക്ക് അവിടെ പഠിക്കാനുണ്ട് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, സ്റ്റെപ്പ് ലാഡർ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, simultaneous equation method, repeated distribution method, reciprocal method. ഈ reciprocal methodന്റെ കീഴിൽ രണ്ടെണ്ണം പഠിക്കാനുണ്ട്. ഒന്നാമത്തത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, രണ്ടാമത്തത് simultaneous equation method. അപ്പൊ ഇത്രയുമാണ് വിശദമായിട്ട് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്ത് പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ നോളജ് ഇങ്ങോട്ട് ആവശ്യമില്ല. എങ്ങോട്ടുള്ളത് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് വേണ്ട നോളജ് ഈ അബ്സോർപ്ഷൻ ആണ്. പക്ഷെ അബ്സോർപ്ഷനിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളത് ആദ്യം ഞാൻ പറയാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞു 40,000 രൂപയാണ് എന്തുള്ളത്, 45,000 രൂപ ഓവർ ഹെഡ് ഉണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആണ്, അഥവാ അലോക്കേഷൻ ആണ്. അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഓവർ ഹെഡിൽ എത്ര രൂപയാണ് ഏത് ഫാക്ടറിയുടേതാണെന്ന് എനിക്ക് അറിയാം. ഇപ്പൊ ജനറൽ മാനേജറുടെ സാലറി 30,000 രൂപ, അത് ഏത് ഫാക്ടറിക്ക് എത്ര രൂപ വന്നു എന്ന് എനിക്ക് അറിയോ? ഇല്ല. അത് കോമൺ ആയിട്ട് 35,000 ആണെന്ന് അറിയാം. അപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല, അവിടെ നിൽക്കട്ടെ. അടുത്തത് അക്കൗണ്ടന്റിന്റെ സാലറി, അത് 10,000 രൂപയാണ്. എന്നാൽ ഫാക്ടറി എയിലേക്കാണോ ഫാക്ടറി ബിക്ക് വേണ്ടി മാത്രമാണോ അത് വന്നത്? അല്ല, അത് കോമൺ ആയിട്ട് വന്നതാണ്. പക്ഷേ റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി ആ 5,000 രൂപ വന്നത് ഫാക്ടറി എയിലെ ഒരു മെഷീൻ കേടായതുകൊണ്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയോ? ആ 5,000 രൂപ ഫാക്ടറി എയിലേക്ക് ചാർജ് ചെയ്യുന്നു. ഇതിന് വിളിക്കുന്ന പേരാണ് അലോക്കേഷൻ. അഥവാ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ് ആണെന്ന് എനിക്ക് അറിയാം. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ഓവർ ഹെഡിനെ ചാർജ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് അലോക്കേഷൻ. ഓക്കെ. ഇനി അപ്പൊ ഈ 10,000-ഉം 30,000 എന്ത് ചെയ്യും? ഇത് എക്കും ബിക്കും കൂടി വന്ന കോസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എക്കും ബിക്കും ഞാൻ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. രണ്ടാൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കാൻ പറ്റും? ഇല്ല, ഈക്വൽ ആയിട്ട് അങ്ങനെ വീതിച്ചു കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഒരു ഫാക്ടറി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫാക്ടറി ആയിരിക്കും. അവിടെ കോടാനുകോടി രൂപയുടെ എന്ത് ചെയ്യുന്നുണ്ടാവും? പെന്നും കാൽക്കുലേറ്ററും ഉണ്ടാക്കുന്ന. ഫാക്ടറി ബി എന്ന് പറഞ്ഞാൽ കുഞ്ഞി ഒരു ഫാക്ടറി ആയിരിക്കും. അപ്പൊ ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കാൻ പറ്റൂല. അപ്പൊ അവിടെ നമ്മൾ എന്ത് നോക്കണം? ജനറൽ മാനേജറുടെ സാലറി ആണല്ലോ. ജനറൽ മാനേജർ എത്രത്തോളം സമയമാണ് ഈ രണ്ട് ഫാക്ടറിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു നല്ല സമയം, വളരെ അധികം സമയം അയാൾ 20,000 രൂപ നമ്മൾ എന്തിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു? വളരെ അധികം സമയം അയാൾ ഫാക്ടറി എക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത്. അപ്പൊ 20,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ചാർജ് ചെയ്യുന്നു. ബാക്കി 10,000 രൂപ ഫാക്ടറി ബിയിലേക്ക് ചാർജ് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് അപ്പോർഷൻമെന്റ്. അഥവാ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ് ആണ് നമുക്ക് അറിയില്ല, കോമൺ ആയിട്ട് വന്ന കോസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്പാർട്ട്മെന്റുകൾക്ക് എന്തെങ്കിലും പ്രീ ഡിറ്റർമൈൻഡ് ബേസിൽ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിനാണ് അപ്പോർഷൻമെന്റ് എന്ന് പറയാം. അപ്പൊ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയാം, അങ്ങോട്ട് ചാർജ് ചെയ്യുന്നു. അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞാൽ ആരുതാന്ന് അറിയില്ല, അപ്പൊ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ അക്കൗണ്ടന്റിന്റെ സാലറി ഇതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രീ ഡിറ്റർമിൻഡ് ബേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഉദാഹരണത്തിന് ഇവിടേക്ക് ഒരു 5,000-ഉം ഈക്വൽ ആയിട്ട് രണ്ടാളും ഒരേപോലെയാണ് അക്കൗണ്ടന്റ് വർക്ക് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്കിപ്പോ എന്ത് കിട്ടി? ഫാക്ടറി എയുടെയും ഫാക്ടറി ബിയുടെയും ഓവർ ഹെഡ് കിട്ടി. ഓക്കെ. അപ്പൊ ഫാക്ടറി എയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30,000 രൂപയാണ്. ഫാക്ടറി ബിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15,000 ആണ്. ഇത് ഓവർ ഹെഡ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്ത പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണെന്ത്? അലോക്കേഷൻ. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രൊസീജിയർ ആണെന്ത്? അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ്. ഇനി ഈ അപ്പോർഷൻമെന്റിൽ തന്നെ എന്ത് വരുന്നുണ്ട്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല, മനസ്സിലാക്കി വെക്കുക. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം, സ്റ്റെപ്പ് ലാഡർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം, റെസിപ്രോക്കൽ ചെയ്യാം. റെസിപ്രോക്കലിൽ തന്നെ റിപ്പീറ്റഡും സൈമൾട്ടേനിയസും ചെയ്യാം. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ സംഗതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഓവർ ഹെഡ് കിട്ടി. ഫാക്ടറി എയുടെയും ഫാക്ടറി ബിയുടെയും ഓവർ ഹെഡ് കിട്ടി. ഈ ഓവർ ഹെഡിനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ഏത് സ്റ്റെപ്പ് കഴിഞ്ഞു? ഇതോടുകൂടി നമ്മുടെ ഏത് സ്റ്റെപ്പ് കഴിഞ്ഞു? ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്നുള്ള സ്റ്റെപ്പ് കഴിഞ്ഞു.
ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അബ്സോർപ്ഷൻ. അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? അബ്സോർപ്ഷൻ. നമ്മൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡിന് ഡിപ്പാർട്ട്മെന്റുകൾക്ക് വീതിച്ചു കൊടുത്തു, ഫാക്ടറി എക്കും ഫാക്ടറി ബിക്കും. ഇനി ഫാക്ടറി എയുടെ കോസ്റ്റ് ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അല്ല, നമ്മൾ ഇതൊക്കെ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്ത് ആലോചിച്ച് നോക്കുക. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓവർ ഹെഡ്. എന്ത്? കാൽക്കുലേറ്ററിന്റെയും പെന്നിന്റെയും. അപ്പൊ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താ? ഫാക്ടറി എയുടെയും ഫാക്ടറി ബിയുടെയും കോസ്റ്റ് കിട്ടി, ഓവർ ഹെഡ് കിട്ടി. ഇനി ആ ഫാക്ടറി എയുടെ ഓവർ ഹെഡിനെ നമ്മൾ ആർക്കൊക്കെ വീതിച്ചു കൊടുക്കണം? കാൽക്കുലേറ്ററിനും പെന്നിനും വീതിച്ചു കൊടുക്കണം, അല്ലെ? അതേപോലെ ഫാക്ടറി ബിയുടെ ഓവർ ഹെഡിനെ നമ്മൾ സ്കെയിലിനും പെൻസിലിനും വീതിച്ചു കൊടുക്കണം. ഇതിനെ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ. അഥവാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഓവർ ഹെഡുകളെ പ്രോഡക്റ്റുകൾക്ക് വീതിച്ചു കൊടുക്കുന്നു. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ടോട്ടൽ ഓവർ ഹെഡിനെ നമ്മൾ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വീതിച്ചു കൊടുക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡിനെ പ്രോഡക്റ്റുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ 30,000 രൂപ, ഈ ഒരു 30,000 രൂപ എനിക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്ററിനും അതേപോലെ പെന്നിനും വീതിച്ചു കൊടുക്കണം. എങ്ങനെ വീതിച്ചു കൊടുക്കാം? അതാണ് അബ്സോർപ്ഷൻ. 6 മെത്തേഡുകളിലായിട്ടാണ് നമ്മൾ അബ്സോർപ്ഷൻ ചെയ്യുക. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ. ബേസ്ഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ അഥവാ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻറ്റു 100. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഡയറക്റ്റ് വേജസ് അഥവാ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. മൂന്നാമത്തേത് ബേസ്ഡ് ഓൺ പ്രൈം കോസ്റ്റ്. ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. നാലാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ലേബർ ഹവേഴ്സ്. ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ ഹവേഴ്സ്. അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെഷീൻ, ബേസ്ഡ് ഓൺ മെഷീൻ ഹവർ. ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ ഹവർ. ആറാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ യൂണിറ്റ്. ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്. ഇങ്ങനെ 6 മെത്തേഡുകളിലായിട്ടാണ് നമ്മൾ അബ്സോർപ്ഷൻ ചെയ്യുക. എന്താ പറയുന്നത്? 6 മെത്തേഡുകളിലായിട്ടാണ് നമുക്ക് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് ചെയ്യാൻ സാധിക്കുക. ഈ 6 എണ്ണവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റ് അക്കൗണ്ടിങ് ഓവർ ഹെഡ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് എങ്ങോട്ടും ആവശ്യമുണ്ട്, ഈ ഒരു സ്റ്റെപ്പുകൾ എങ്ങോട്ടും ആവശ്യമുണ്ട്, നമ്മളുടെ ABC-ലേക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ നല്ല രീതിയിൽ പറയുകയാണ്. അഥവാ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ഇപ്പം ഫാക്ടറി എയുടെ ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണ്? 30,000 രൂപയാണ്. ഓക്കെ, ഞാൻ കൂടെ മാറ്റിയതാണ്. ഫാക്ടറി എയുടെ ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 ആണ്. ഈ 30,000-നെ നമുക്ക് ആർക്കൊക്കെ വീതിച്ചു കൊടുക്കണം? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാൽക്കുലേറ്ററിനും അതേപോലെ തന്നെ പെന്നിനും. കാരണം ഈ 30,000 രൂപ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി വന്നതാ? ഈ ഒരു കാൽക്കുലേറ്ററും പെന്നും ഉണ്ടാക്കാൻ വേണ്ടി വന്ന കോസ്റ്റ് ആണ്. അപ്പോ ഇവിടെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഞാനിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക? ഒന്നാമത്തേതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. ബേസ്ഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ അഥവാ ഞാൻ ഇവരുടെ മെറ്റീരിയൽ കോസ്റ്റ് നോക്കുന്നു. കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ എത്ര രൂപയുടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ട്? ഇപ്പൊ ഉദാഹരണത്തിന് കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ നമ്മൾ ഇവിടെ എത്രയെന്ന് പറഞ്ഞാൽ 100 രൂപ അല്ലെ, 100ഉം 20ഉം, അപ്പം ഒരു 10,000 യൂണിറ്റ് ആണ് കാൽക്കുലേറ്റർ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. 10,000 യൂണിറ്റ് ആണ് കാൽക്കുലേറ്റർ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു 1000 യൂണിറ്റ് ആണ് പെൻ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇവിടെ എത്ര വരുന്നുണ്ട്? 10,000 വേണ്ട, ഒരു 1000 മതി. 1000ഉം 100ഉം ആക്കട്ടോ, ചെറുതാക്കാം, പറയാൻ സിമ്പിളാവും. കാൽക്കുലേറ്റർ 1000 എണ്ണവും പെന്ന് 100 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് 10,000 രൂപയാണെന്ന് വിചാരിക്കുക. 10,000 രൂപയാണ് എന്ത് വന്നിട്ടുള്ളത്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10,000 അല്ല, 1,00,000. 1,00,000 രൂപയാണ് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത്. ഇനി പെന്നിന്റെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,000 രൂപയാണ്. 2,000 രൂപയാണ്. അപ്പൊ ഇതിന്റെ ബേസിൽ നമുക്ക് ഈ ഓവർ ഹെഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതെങ്ങനെയാണ്? നോക്ക്, ടോട്ടൽ എത്രയാ? ഇവിടെ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാ വന്നത്? 1,02,000. 1,02,000 രൂപയാണ് ടോട്ടൽ ഓവർ ഹെഡ് വന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, ഇവിടെ ഓവർ ഹെഡ് ശ്രദ്ധിക്കണേ, ഇത് നമുക്ക് ABC-ലേക്ക് ആവശ്യമുള്ളതാണ്. ഓവർ ഹെഡ് എത്രയാണ്? 30,000 ആണ്. അതേപോലെ തന്നെ നമ്മൾ പറയുന്നു മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്? 2,000 ആണ്. അപ്പൊ ഒന്നാമത്തെ ബേസിൽ ഈ ഒരു ഒന്നാമത്തെ ബേസ്ഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ പറയുകയാണെങ്കിൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ. ഓവർ ഹെഡ് എത്രയാണ്? 30,000 ആണ്. ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്? 1,02,000 രൂപയാണ് ഇൻറ്റു 100. അപ്പം 30,000 ഡിവൈഡഡ് ബൈ 1,02,000 ഇൻറ്റു 100, 29.41%. 29.41%. എന്താ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്? നമ്മളുടെ ഓവർ ഹെഡ് ഉണ്ടല്ലോ, ടോട്ടൽ ഓവർ ഹെഡ്
ആ ടോട്ടൽ ഓവർ ഹെഡ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന്റെ എത്ര പെർസെന്റേജ് ആണ്? ഐ റിപ്പീറ്റ്, നമ്മളുടെ ഓവർ ഹെഡ് മെറ്റീരിയൽ കോസ്റ്റിന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എത്ര പെർസെന്റേജ് ആണ്? 29.41% ആണ്. 29.41% ആണ്. അതിന്റെ അർത്ഥം എന്താ? മെറ്റീരിയൽ കോസ്റ്റിന്റെ 29.4% എന്ത് ഓവർ ഹെഡ്. ഇത് നമ്മൾ കോസ്റ്റ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കോസ്റ്റ്, ഇങ്ങനെ ഒരു കോസ്റ്റ് ഷീറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ കണ്ട് ഫാക്ടറി ഓവർ ഹെഡ് പറയും. ഫാക്ടറി ഓവർ ഹെഡിനെ പറ്റി എന്ത് പറയും? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന്റെ 20% അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയലിന്റെ 29%. മനസ്സിലായോ? അപ്പൊ ആ പെർസെന്റേജ് എവിടുന്നാണ് കിട്ടുന്നത്? ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ആ പെർസെന്റേജ് എവിടുന്നാണ് കിട്ടുന്നത്? അവിടെ കണ്ടുപിടിക്കുന്നതാണ്. ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മളുടെ ടോട്ടൽ ഓവർ ഹെഡിന്റെ 29.4% മെറ്റീരിയൽ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്ററിന്റെ ഓവർ ഹെഡ് എത്ര? കാൽക്കുലേറ്ററിന്റെ ഓവർ ഹെഡ് ഇനി കണ്ടുപിടിച്ചൂടെ? കാരണം ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റിന്റെ 29.41 ആണ് ഓവർ ഹെഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷമാണല്ലോ. ഈ 1 ലക്ഷത്തിന്റെ 29.41% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ 29,410 രൂപ, 29,410 രൂപ ആയിരിക്കുമല്ലോ ഇവിടുത്തെ ഓവർ ഹെഡ് വരിക കാൽക്കുലേറ്ററിന്റെ. അതുപോലെ പെന്നിന്റെ ഓവർ ഹെഡ് എത്രയായിരിക്കും വരിക? പെന്നിന്റെ മെറ്റീരിയൽ കോസ്റ്റ് 2000 ആണ്. ആ 2000ന്റെ 29.41%, 2000 into 29.41% എത്ര കിട്ടും? 588 രൂപ. 588 രൂപ, 88.2, 588 രൂപയായിരിക്കും ഇവിടുത്തെ ഓവർ ഹെഡ് വരിക. ഓക്കെ, 588 രൂപയായിരിക്കും ഇവിടുത്തെ ഓവർ ഹെഡ് വരിക. ഒരു 2 രൂപന്റെ കുഴപ്പമുണ്ട്, നമുക്ക് ഇവിടെ റൗണ്ട് ചെയ്തിട്ട് 590 രൂപ ആക്കാം. 590 രൂപ. അപ്പൊ ഇനി ഇത് ആഡ് ചെയ്ത് നോക്ക്. 590 ആണ് പെന്നിന്റെ ഓവർ ഹെഡ്, 29,410 ആണ് കാൽക്കുലേറ്ററിന്റെ ഓവർ ഹെഡ്. രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്ക്. 29,410 പ്ലസ് 590, 30,000. ടോട്ടൽ ഓവർ ഹെഡ് എത്ര? ടോട്ടൽ ഓവർ ഹെഡ് എത്ര? 30,000. മനസ്സിലായോ? ഇവിടെ എന്താ ചെയ്ത്? നമുക്ക് 30,000 രൂപ ടോട്ടൽ ഓവർ ഹെഡ് വന്നു. ആ ഓവർ ഹെഡ് വന്നിട്ടുള്ളത് എത്ര യൂണിറ്റ്? ഓവർ ഹെഡ് വന്നത് എത്ര രൂപ മെറ്റീരിയൽ കോസ്റ്റ് ഉള്ളപ്പോഴാണ്? 1,02,000 രൂപ മെറ്റീരിയൽ കോസ്റ്റ് ഉള്ളപ്പോഴാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഓവർ ഹെഡും മെറ്റീരിയൽ കോസ്റ്റും നമ്മളെ റിലേഷൻ നോക്കി. അഥവാ ഓവർ ഹെഡിന്റെ എത്ര പെർസെന്റേജ് ആണ് ഡയറക്റ്റ് മെറ്റീരിയലിന്റെ എത്ര പെർസെന്റേജ് ആണ് ഓവർ ഹെഡ്? അപ്പൊ നമുക്ക് മനസ്സിലായി 29.41 ആണ്. അഥവാ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണോ വരുന്നത്, ആ മെറ്റീരിയൽ കോസ്റ്റിന്റെ 29.41% ഓവർ ഹെഡ്. അപ്പൊ ഓക്കെ, കാൽക്കുലേറ്ററിന്റെ ഓവർ ഹെഡ് എങ്ങനെ കണ്ടുപിടിക്കാം? കാൽക്കുലേറ്ററിന്റെ മെറ്റീരിയൽ കോസ്റ്റ് എത്ര? 1 ലക്ഷം. അപ്പൊ 1 ലക്ഷത്തിന്റെ 29.4% എന്ത്? അതിന്റെ ഓവർ ഹെഡ്. ഇനി അടുത്ത് പെൻ ഉണ്ടാക്കാൻ എത്ര ഓവർ ഹെഡ്? പെന്നിന്റെ മെറ്റീരിയൽ കോസ്റ്റ് എത്ര? 2000. അപ്പൊ ആ 2000ന്റെ 29.41%, 590 രൂപയാണ് അതിന്റെ ഓവർ ഹെഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ കാൽക്കുലേറ്ററിന്റെ ഓവർ ഹെഡ് കിട്ടി അല്ലെ? കാൽക്കുലേറ്ററിന്റെ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ 29,410 രൂപ എന്ന് പറഞ്ഞാൽ എത്ര കാൽക്കുലേറ്ററിനാ നമ്മൾ പറഞ്ഞു? ഇവിടെ എത്ര കാൽക്കുലേറ്റർ ഉണ്ടാക്കുന്നത്? 1000 കാൽക്കുലേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 29,410 ഡിവൈഡഡ് ബൈ 1000. ഒരു കാൽക്കുലേറ്ററിന്റെ ഓവർ ഹെഡ് എത്ര? 29,410 ഡിവൈഡഡ് ബൈ 1000, 29.41 ആണ് ഒരു ഓവർ ഹെഡ് വരെ ഒരു കാൽക്കുലേറ്ററിന്റെ. അപ്പൊ നമ്മൾ അവിടെ ഒരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ ഡയറക്റ്റ് മെറ്റീരിയൽ 100 രൂപയാണ്, ഡയറക്റ്റ് വേജസ് 50 രൂപയാണ്, ഡയറക്റ്റ് എക്സ്പെൻസ് 50 രൂപയാണ്, പ്രൈം കോസ്റ്റ് 200 ആണ്. നമുക്ക് അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓവർ ഹെഡ് എത്ര എന്നല്ലേ? അതിനു വേണ്ടിയല്ലേ ഈ സംഗതി മൊത്തം ചെയ്തത്. നമുക്ക് ഇവിടെ എഴുതാം, ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ 29.41 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 229.41 ആണ്. ഇപ്പൊ നമുക്ക് എത്രയാണോ പ്രോഫിറ്റ്, ഒരു 100 രൂപ പ്രോഫിറ്റ് വേണമെങ്കിൽ ഈ കാൽക്കുലേറ്ററിന് നമുക്ക് എത്ര രൂപക്ക് വിൽക്കാം? 329.41 വിൽക്കാം. അതേപോലെ സ്കെയിൽ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. സ്കെയിലിന്റെ ടോട്ടൽ ഓവർ ഹെഡ് എത്രയാണ്? ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലിന് 590 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്കെയിൽ അല്ല, പെന്നാണ്. ഒരു സ്കെയിലിന് എത്ര? 590 രൂപ അല്ലേ ടോട്ടൽ? ഡിവൈഡഡ് ബൈ എത്ര പെന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? 100 പെന്നാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 100, 590 ഡിവൈഡഡ് ബൈ 100. ഒരു പെന്നിന്റെ ഓവർ ഹെഡ് എത്ര? ജസ്റ്റ് 5.9 റുപ്പീസ്. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് എഴുതാം 5.9 റുപ്പീസ്. അപ്പൊ നമുക്ക് 35.9 രൂപ എന്ത് കിട്ടി? പെന്നിന്റെ കോസ്റ്റ് കിട്ടി. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് 4.1 രൂപയാണ് പെന്നിന് ലാഭം എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം 40 രൂപയാണ് പെന്നിന്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ നമ്മൾ ചെയ്ത് എന്തൊക്കെ നമുക്ക് വേണ്ടത് എന്തായിരുന്നു? ഓവർ ഹെഡ് ആണ്. അപ്പൊ നമ്മൾ എന്താ റിവേഴ്സ് ആലോചിച്ച് നോക്കും. നമ്മൾ എന്താ ഓവർ ഹെഡ് എങ്ങനെ? ടോട്ടൽ കാൽക്കുലേറ്ററിന്റെ ഓവർ ഹെഡ് കണ്ടുപിടിച്ചു, പെന്നിന്റെ ഓവർ ഹെഡ് കണ്ടുപിടിച്ചു. അതെങ്ങനെയാ കണ്ടുപിടിച്ചത്? ഓവർ ഹെഡ് എങ്ങനെയാ കണ്ടുപിടിച്ചത്? ആദ്യം നമ്മൾ ഫാക്ടറി എന്റെ ഓവർ ഹെഡ് കണ്ടുപിടിച്ചു. ഫാക്ടറി എന്റെ ഓവർ ഹെഡ് എങ്ങനെയാ കണ്ടുപിടിച്ചിട്ടത്? അലോക്കേഷൻ, അപ്പോർച്ച്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകൾ ചെയ്തിട്ടാണ്. അപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് ഒന്നാമത്തെ അബ്സോർപ്ഷൻ രീതി. മെറ്റീരിയലിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓവർ ഹെഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി ആലോചിച്ച് നോക്കും. ഇവിടെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡ് എന്താണ്?
ബേസ്ഡ് ഓൺ ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓവർഹെഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ് ഡയറക്റ്റ് വേജസിന്റെ ബേസിൽ ഓവർഹെഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? രണ്ടാമത്തത് ബേസ്ഡ് ഓൺ ഡയറക്റ്റ് വേജസ്. അഥവാ ഞാൻ ഇവിടെ നോക്കേണ്ടത് ഇപ്പൊ ചെയ്ത അതേപോലെ തന്നെ എന്തുണ്ട്, ഞാൻ കാൽക്കുലേറ്ററും ഉണ്ടാക്കുന്നുണ്ട്, പെന്നും ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ ഇനി ഞാൻ നോക്കേണ്ടത് ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര എന്നല്ല, ഡയറക്റ്റ് വേജസ് എത്ര എന്നാണ്. ഡയറക്റ്റ് വേജസ് എത്ര രൂപയാണ്? അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഡയറക്റ്റ് വേജസ് ഇപ്പൊ പറഞ്ഞ അതേപോലെ തന്നെ ഡയറക്റ്റ് വേജസ് എത്ര രൂപയാണ്? ഇപ്പൊ ഒരു കാൽക്കുലേറ്ററിന് എത്രയാണ്? 50 രൂപയാണ്. അപ്പൊ 50 × 1000 50,000 രൂപയാണ് വേജസ്. ഓക്കെ, ഇനി ഇവിടെ ഉള്ളതോ 5 രൂപയാണ് ഒന്നിന്. അപ്പൊ 5000 രൂപയാണ് ഇവിടുത്തെ വേജസ്. അപ്പൊ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഓവർഹെഡ് എത്രയാണ്? ഓവർഹെഡ് നമ്മൾ പറഞ്ഞു, ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ 30,000 രൂപയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100, അഥവാ 30,000 ഡിവൈഡഡ് ബൈ ഈ ഒരു 30,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയറക്റ്റ് വേജസ് ടോട്ടൽ എത്രയാണ്? 55,000 രൂപയാണ്. ഈ 55,000 രൂപയുടെ എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കണം. അഥവാ നേരത്തെ നമ്മൾ ചെയ്തത് മെറ്റീരിയലിന്റെ എത്ര പെർസെന്റേജ് ആണ് ഓവർഹെഡ് എന്നാണ്. ഇവിടെ എന്ത് ചെയ്യണം? അതേപോലെ വേജസിന്റെ എത്ര പെർസെന്റേജ് ആണ് ഓവർഹെഡ് എന്ന് കാണണം. 30,000 ഡിവൈഡഡ് ബൈ 55,000 × 100. അപ്പൊ നമുക്ക് മനസ്സിലാവുകയാണ് 54.54% ആണ് എന്ത് വരുന്നത്? ഓവർഹെഡ് വരുന്നത്. അപ്പൊ എന്താ മനസ്സിലാക്കുന്നത്? വേജസിന്റെ 54.54% ഓവർഹെഡ്. അപ്പൊ ഇവിടെ കണ്ടുപിടിച്ചൂടെ ഓവർഹെഡ്? കാൽക്കുലേറ്ററിന്റെ ഓവർഹെഡ് എത്ര വരും? 50,000 രൂപയല്ലേ കാൽക്കുലേറ്ററിന്റെ വേജസ്. ആ 50,000ന്റെ 54.54%. 50,000 × 54.54%, 27,270 രൂപയാണ് ഇവിടെ ഓവർഹെഡ് വരിക. ഇനി പെന്നിന്റെതാണെങ്കിലോ 5,000 രൂപയല്ലേ പെന്നിന്റെ വേജസ്. ആ വേജസിന്റെ 54.54%, 5,000 × 54.54%, 2,727. ഓക്കെ, 2,730 എടുക്കാം റൗണ്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ രണ്ടും കൂടി കൂട്ടി നോക്കി. 27,270 പ്ലസ് 2,730 30,000. ടോട്ടൽ ഓവർഹെഡ് എത്ര? 30,000. അപ്പൊ ആ ടോട്ടൽ ഓവർഹെഡിനെ നമ്മൾ അബ്സോർബ് ചെയ്തു പെന്നിലേക്കും അതേപോലെ കാൽക്കുലേറ്ററിലേക്കും. എങ്ങനെ? ബേസ്ഡ് ഓൺ ഡയറക്റ്റ് വേജസിന്റെ ബേസിൽ. മനസ്സിലായോ? അപ്പൊ 27,270 ആണ് എന്ത് ഓവർഹെഡ് വരിക. അപ്പൊ സാർ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് കണ്ടുപിടിച്ചോ. മെറ്റീരിയൽ കോസ്റ്റിന്റെ ബേസിൽ 29,410 590 അല്ലായിരുന്നോ? കണ്ടോ മാറ്റം വന്നു. വേജസിന്റെ ബേസിലായപ്പോൾ ഓവർഹെഡ് മാറ്റം വന്നു. ഇങ്ങനെ 6 മെത്തേഡിൽ 6 ഓവർഹെഡ് ആയിരിക്കും വരിക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് കമ്പനിക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഏതിന്റെ ബേസിലുള്ള പ്രോഡക്റ്റ് ആണോ അതിനനുസരിച്ചാണ് ചൂസ് ചെയ്യുക. അഥവാ മെറ്റീരിയൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ മെറ്റീരിയലിന്റെ ബേസിലായിരിക്കും ഓവർഹെഡ് കാണുക. അല്ല ഡയറക്റ്റ് വേജസ്, ലേബേഴ്സിന്റെ വർക്ക് കൂടുതൽ ഉള്ളതാണെങ്കിൽ ഡയറക്റ്റ് വേജസിന്റെ ബേസിലോ ലേബർ ഹവേഴ്സിന്റെ ബേസിലോ ആയിരിക്കും എന്ത് ചെയ്യുക? ഓവർഹെഡ് കാണുക. അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് ഇനി ഒരു യൂണിറ്റിന്റെ കാണാൻ എന്ത് ചെയ്താൽ മതി? 27,270 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ഇത് എത്ര യൂണിറ്റിന്റെ കോസ്റ്റ് ആണ്? 1000 യൂണിറ്റിനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 27,270 ഡിവൈഡ് ബൈ 1000 നമുക്ക് പറയാം 27.27 ആണ് ഒരു യൂണിറ്റിന്റെ, ഒരു കാൽക്കുലേറ്ററിന്റെ ഓവർഹെഡ്. അതേപോലെ 2,730 ഡിവൈഡഡ് ബൈ 1000 ഒരു യൂണിറ്റിന്റെ, ഒരു പെന്നിന്റെ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എത്രയാന്ന് പറയാം? 2.73. കണ്ടോ? ഇനി അതേപോലെ അടുത്ത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തിന്റെ ബേസിലാണ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ പ്രൈം കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റിന്റെ ബേസിൽ നമ്മൾ ചെയ്യണം. എന്താണ് ഇക്വേഷൻ? ഓവർഹെഡ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. ഇപ്പൊ ചെയ്ത അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റിന്റെ പ്രൈം കോസ്റ്റ് എത്രയാണ് കണ്ടുപിടിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കാൽക്കുലേറ്റർ ഉണ്ട്, അതേപോലെ പെൻ ഉണ്ട് അല്ലെ? സെയിം. അതിന്റെ ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞത് 1,00,000 ആയിരുന്നു. ഓക്കെ, പെന്നിൻ്റെത് 2,000 ആയിരുന്നു. അതിന്റെ ഡയറക്റ്റ് വേജസ് എത്രയായിരുന്നു പറഞ്ഞത്? 50,000-ഉം 5,000-ഉമാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും കൂട്ടി ഇതിന്റെ എന്ത് കിട്ടി? പ്രൈം കോസ്റ്റ് കിട്ടി. എത്ര? 1,50,000-ഉം 25,000-ഉമാണ് പ്രൈം കോസ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രൈം കോസ്റ്റ് വരുന്നത് 1,75,000 ആണ്. അപ്പൊ നമുക്ക് പറയാം നമ്മളുടെ ഓവർഹെഡ് 30,000 ആണല്ലോ. ആ 30,000 ഈ 1,75,000-ന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കുന്നു. 30,000 ഡിവൈഡഡ് ബൈ 1,75,000 ഇൻറ്റു 100. അപ്പൊ നമുക്ക് മനസ്സിലായി 17.14%. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പ്രൈം കോസ്റ്റ് എത്രയാണോ ആ പ്രൈം കോസ്റ്റിന്റെ 17.14% ഓവർഹെഡ്. അപ്പൊ അവിടെ ഓവർഹെഡ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ? 1,50,000 ആണ് പ്രൈം കോസ്റ്റ് ഇൻറ്റു അതിന്റെ എത്ര ശതമാനം? 17.14%. 25,710. ഇനി ഇവിടെയാണെങ്കിലോ 25,000 രൂപയാണ് പ്രൈം കോസ്റ്റ്. അതിന്റെ മേലെ 17.14%, 4,285. ഓക്കെ, ചെറിയ ഫ്രാക്ഷൻ വ്യത്യാസങ്ങൾ ഉണ്ടാവും, എന്നാലും നമ്മൾ കണ്ടുപിടിച്ചു. കണ്ടോ? അപ്പൊ ഇതാണ് ബേസ്ഡ് ഓൺ പ്രൈം കോസ്റ്റ്. അപ്പൊ എന്താണ്? 3 ഇതുവരെ പഠിച്ചൊക്കെ സെയിം ആണ്. ഓക്കെ, ഒന്നാമത്തത് ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻറ്റു 100. രണ്ടാമത്തെ ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. മൂന്നാമത്തത് ഓവർഹെഡ് ഡിവൈഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. ഇനി നാലാമത്തെ അബ്സോർപ്ഷൻ മെത്തേഡ് ആണ്.
ഇതൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പ് ഉള്ളതാണ്. ഇതൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. ഇതൊന്നും ABC കോസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കല്ല. ഇതൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുന്നതാണ്. ഞാനൊന്ന് റിവൈസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നോക്ക്, നാലാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ലേബർ ഹവർ ആണ്. ഓക്കെ, ഇതാണ് ഏറ്റവും കോമൺലി യൂസ്ഡ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതും ഏറ്റവും കൂടുതൽ കമ്പനീസ് യൂസ് ചെയ്യുക ഈ ലേബർ ഹവറിന്റെ ബേസിലാണ്. എന്ത് ചെയ്യുക, ഏറ്റവും കോമൺ ആയി ലേബർ ഹവറിന്റെ ബേസിലാണ് ഓവർ ഹെഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇപ്പൊ പറഞ്ഞ പോലെ കാൽക്കുലേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ പെൻ ഉണ്ട്. നമ്മളിവിടെ എന്താ നോക്കുക, കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ എത്ര ഹവേഴ്സ് വേണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 10,000 ഹവേഴ്സ് ആണ്, ഇവിടെ 1000 ഹവേഴ്സ് ആണ്. അപ്പൊ ടോട്ടൽ 11,000 മണിക്കൂറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ, ടോട്ടൽ ഓവർ ഹെഡ് എന്താ ഇക്വേഷൻ വരിക, ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ ഹവർ. ഓവർ ഹെഡ് 30,000 ആണ്, 11,000 മണിക്കൂറാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 30,000 ഡിവൈഡ് ബൈ 11,000, 2.72 പെർ ഹവർ. എന്താ കണ്ടുപിടിച്ചത്, നേരത്തെ പെർസെന്റേജിലാണ്, ഇപ്പൊ കണ്ടുപിടിച്ചത് എന്താ, മണിക്കൂറിലാണ്. ഒരു മണിക്കൂറിന് എത്ര ഓവർ ഹെഡ് എന്ന് കണ്ടുപിടിക്കുന്നു. ഓക്കെ, എളുപ്പം. ഇവിടെ 10,000 മണിക്കൂറല്ലേ ഉള്ളത്, 10,000 മണിക്കൂറാണ്. ഒരു മണിക്കൂറിന് എത്ര, 10,000 ഇൻറ്റു ഒരു മണിക്കൂറിന് 2.72 ആണ്. അപ്പൊ എന്ത് പറയാം, 10,000 ഇൻറ്റു 2.72, 27,200 ആണ് ടോട്ടൽ ഓവർ ഹെഡ് വരിക. ഇനി അപ്പുറത്തോ 1000 മണിക്കൂറാണ്, 1000 ഇൻറ്റു 2.72, അപ്പൊ എത്രയാണ്, 2,720 രൂപയാണ് ഓവർ ഹെഡ് വരിക. മനസ്സിലായോ? അപ്പൊ ഒരു ഹവറിന് എത്ര നോക്കിയിട്ട് അതിന്റെ ബേസിൽ ടോട്ടൽ ഓവർ ഹെഡ് എത്ര നോക്കുന്നു. ഓക്കെ, ടോട്ടൽ ഓവർ ഹെഡ് 30,000 ആണ്, ഡിവൈഡഡ് ബൈ ലേബർ ഹവർ. എത്ര ഹവറാണുള്ളത് നോക്കുന്നു. അപ്പൊ ഒരു മണിക്കൂറിന്റെ ഓവർ ഹെഡ് കിട്ടുന്നു. അപ്പൊ ഇനി കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ എത്ര ഹവറാ യൂസ് ചെയ്ത്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ടോട്ടൽ ഓവർ ഹെഡ് ആയി. നമുക്ക് ഓരോ ഓവർ ഹെഡ് അറിയാം. പെൻ ഉണ്ടാക്കാൻ എത്ര മണിക്കൂറാ നോക്കുക, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പെന്നിന്റെ ഓവർ ഹെഡ് ആയി. ഓക്കെ, ഇതാണ് നാലാമത്തെ മെത്തേഡ്. അഞ്ചാമത്തെ മെത്തേഡ് ആണ് എന്ത്, ബേസ്ഡ് ഓൺ മെഷീൻ ഹവർ. ഇപ്പൊ പറഞ്ഞ അതിൽ ഈ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഇവിടെ ബേസ്ഡ് ഓൺ ലേബർ ഹവർ എന്നുള്ളത് മാറ്റി എന്താക്കുക, മെഷീൻ ഹവർ. അത്ര മാത്രം. ഇവിടെ പറഞ്ഞത് ഇപ്പൊ മെഷീൻ ഹവർ ആണ്, ഇത് ലേബർ ഹവർ അല്ല, മെഷീൻ ഹവർ ആണ്. കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ 10,000 മെഷീൻ ഹവർ വേണം, 1000 എന്ത് വേണം, പെൻ ഉണ്ടാക്കാൻ 1000 മെഷീൻ ഹവർ വേണം. അങ്ങനെ ടോട്ടൽ 11,000 മെഷീൻ ഹവർ വേണം എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് പറയാം 30,000 ഡിവൈഡ് ബൈ 11,000 മെഷീൻ ഹവർ. ഒരു മെഷീൻ ഹവറിന് എത്ര രൂപ കോസ്റ്റ് വരും, 2.72. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക, 10,000 മെഷീൻ ഹവർ അല്ലേ കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ. അപ്പൊ 10,000 ഇൻറ്റു ഒരു മെഷീൻ ഹവറിന് എത്ര രൂപ കോസ്റ്റ് വരും, 2.72. അപ്പൊ നമുക്ക് 27,200 കിട്ടി. അതേപോലെ അടുത്തത് കിട്ടി. മനസ്സിലായോ? ഇനി അടുത്തതാണ്, ലാസ്റ്റിലാണ് ബേസ്ഡ് ഓൺ യൂണിറ്റ്. യൂണിറ്റ് എത്ര അതിന്റെ ബേസിൽ. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൽക്കുലേറ്റർ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ പെൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്പർ ഓഫ് യൂണിറ്റ്, എത്ര കാൽക്കുലേറ്റർ ഉണ്ടാക്കുന്നത്, 1000. എത്ര പെന്നാണ് ഉണ്ടാക്കുന്നത്, 100. അങ്ങനെ ടോട്ടൽ എത്ര യൂണിറ്റ് ആണ് ഉണ്ടാക്കുന്നത്, നമ്പർ എത്ര, 1100 യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്, എണ്ണത്തിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓവർ ഹെഡ് 30,000 അല്ലേ, ഡിവൈഡ് ബൈ 1100 യൂണിറ്റ് അല്ലേ. അപ്പൊ 30,000 ഡിവൈഡ് ബൈ 1100, 27.27 ഒരു യൂണിറ്റിന്, പെർ യൂണിറ്റ് ഒരു യൂണിറ്റിന്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഓക്കെ, ഒരു യൂണിറ്റിന് 27.27 അപ്പൊ 1000 ഇൻറ്റു 27.27 ചെയ്താൽ 27,270 രൂപ ഇവിടെ വരും. 100 ഇൻറ്റു 27.27 ചെയ്താൽ 2,727 രൂപ ഇവിടുത്തെ ഓവർ ഹെഡ് വരും. മനസ്സിലായോ? അപ്പൊ ഇതാണ് അബ്സോർപ്ഷൻ. എങ്ങനെ, നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിക്കുന്ന അബ്സോർപ്ഷൻ, അഥവാ അവിടെ നമ്മൾ പറയുക അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നാണ് അതിനെ വിളിക്കുക. ട്രഡീഷണൽ കോസ്റ്റിംഗ് മെത്തേഡ് ആണ് എന്ത്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഇപ്പൊ നമ്മൾ ചെയ്തതാണ് എന്ത് വിളിക്കുക, ഇപ്പൊ ചെയ്ത ഈ മൊത്തം പ്രൊസീജിയറിനാണ് എന്ത് വരിക, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ് ഇതിനെ വിളിക്കുക അല്ലെ. ഓക്കെ, എന്ത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ചെയ്യുന്നു, അലോക്കേഷൻ, അപ്പോർഷൻമെന്റ്, അബ്സോർപ്ഷൻ ചെയ്യുന്നു. ഇങ്ങനെ പ്രോഡക്റ്റുകളുടെ ഓവർ ഹെഡ് കണ്ടുപിടിക്കുന്നു. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ട്രഡീഷണൽ മെത്തേഡ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനിയാണ് നമ്മൾ എങ്ങോട്ട്, നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകുന്നത്, ABC കോസ്റ്റിംഗ്. ഇതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് വരുന്നത്, അഥവാ മനസ്സിലാക്കി വെച്ചോ, ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡേൺ മെത്തേഡാണ്. നമ്മളിപ്പോ പറഞ്ഞു, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. ഏത് നമ്മുടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കവർ ചെയ്യുന്ന, ഇതിന്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വന്ന മോഡേൺ മെത്തേഡാണ് എന്ത്, ABC, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഓവർ ഹെഡ് ഇങ്ങനെയല്ല എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ ഓവർ ഹെഡ് കണ്ടുപിടിച്ച സ്റ്റെപ്പ് ഉണ്ടല്ലോ, അലോക്കേഷൻ, അപ്പോർഷൻമെന്റ്, അതിൽ തന്നെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് പല മെത്തേഡുകൾ. അതിനുശേഷം അബ്സോർപ്ഷൻ തന്നെ 6 ഏതെങ്കിലും ഒരു രീതി. ഇപ്പൊ 6 മെത്തേഡ് നമ്മൾ പറഞ്ഞു, ബേസ്ഡ് ഓൺ ഡയറക്ട് മെറ്റീരിയൽ, ബേസ്ഡ് ഓൺ ഡയറക്ട് വേജസ്, ബേസ്ഡ് ഓൺ പ്രൈം കോസ്റ്റ്, ബേസ്ഡ് ഓൺ ലേബർ ഹവർ, ബേസ്ഡ് ഓൺ മെഷീൻ ഹവർ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് യൂണിറ്റ്. ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അബ്സോർബ് ചെയ്യുക. പക്ഷേ ABCയിൽ ഇതൊന്നും അല്ല. ഇത് മൊത്തം ഇങ്ങനെയൊന്നല്ല ചെയ്യുന്നത്, മാറ്റം വരുന്നു. അഥവാ ഇതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി വന്നതാണ് എന്ത്, ABC. അപ്പൊ ഇനി നമുക്ക് എന്തിലേക്ക് പോവാം, ഇത് മനസ്സിലായി എന്നുള്ള ആൾക്കാർ ഇത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, ഒന്ന് ഓർമ്മയിലേക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ABC പെട്ടെന്ന് മനസ്സിലാവും, ABC നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ആണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, ABCയെ പറ്റി പറയാൻ പോകുന്നത്. ഓക്കെ.